എല്ലാവർക്കും നമസ്കാരം. DJ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ നിയോ ആപ്പിൽ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോ KSRTCയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആ ഒരു ബുക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായകരമാകുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എൻ്റെ KSRTC നിയോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് താഴെ കാണാം എൻ്റെ KSRTC നിയോ OPRS എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വരും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്ഡേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അത് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഇപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഓപ്പൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ ആ ഒരു ബുക്കിംഗ് വിൻഡോ വരുന്നത്. ഇപ്പോൾ ഇതിലിതാ ഡേറ്റ് ഉണ്ട്, 1 വേ ആണോ റൗണ്ട് ട്രിപ്പ് ആണോ. റൗണ്ട് ട്രിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ടു ആൻഡ് ഫ്രോ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ അതാ 1 വേയിൽ കൊടുക്കാം. നമുക്ക് ഒരു ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ്, ഇപ്പോൾ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ, നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യാം. നമുക്കൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം, അത് ജസ്റ്റ് ഇതാ ഇവിടെ ഈ ഒരു ഡബിൾ ആരോ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രസ് ചെയ്യുക. അതെ, ജസ്റ്റ് അത് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഡേറ്റ് വന്നിട്ട് നമുക്ക് 2-ാം തീയതി സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഇപ്പോൾ ഡേറ്റ് കൊടുത്തേക്കുന്നത്. നോക്കാം എത്ര ബസ്സുകളുണ്ടെന്ന്. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം ഇത്രയും ബസ്സുകൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. 1 2 3 4 5 ബസ് 5 6 ബസ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അഡീഷണൽ എൻഡ് ടു എൻഡ് എന്ന് നടക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്ന്. എനിക്ക് സ്പെഷ്യൽ ബസ്സാണ്, ഓണം സ്പെഷ്യൽ ബസ്സാണ്. ഇത് എല്ലാം ഏകദേശം സോൾഡ് ആയി. ജസ്റ്റ് നമുക്കൊരു ഡെമോയ്ക്ക് വേണ്ടി ഒരു സീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു 16 നമ്പർ സീറ്റ് ജസ്റ്റ് ഫെയറും സീറ്റും താഴെ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വരുമ്പോഴേ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത വിൻഡോ വരുന്നത് ബാംഗ്ലൂരിലെ പിക്കപ്പ് ലൊക്കേഷൻ എവിടെയെന്നാണ്. അതായത് ബാംഗ്ലൂരിൽ സാറ്റലൈറ്റ് ഉണ്ട്, ശാന്തിനഗർ ഉണ്ട്, മടിവാല ജംഗ്ഷൻ, സിൽക്ക് ബോർഡ്, ഇലക്ട്രോണിക് സിറ്റി, ടോൾ ഗേറ്റ്, ബൊമ്മസാന്ദ്ര, അത്തിബലെ, ഹൊസൂർ, ഇത്രയും പിക്കപ്പ് ലൊക്കേഷനാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ളത്. നമുക്ക് ഒരു ലൊക്കേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് തന്നെ സെലക്ട് ചെയ്യാണ്. അടുത്ത ഡ്രോപ്പ് ഓഫ് വന്നിട്ട് നമുക്ക് തിരുവനന്തപുരത്താണ്, രാവിലെ 8:41. അതിൽ പിക്കപ്പും ഡ്രോപ്പിൻ്റെ അവിടെയും ജസ്റ്റ് ടൈം കാണിക്കും. നമ്മളത് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക. പേര് ജസ്റ്റ് ഞാനൊരു ഡെമോ ഒരു പേര് കൊടുക്കുകയാണ്. ABC ഏജ്, നമുക്കൊരു ഡെമോ ഒരു ഏജ് കൊടുക്കുകയാണ്. ജെൻഡർ ടൈപ്പ് നമുക്ക് മെയിലാണോ ഫീമെയിലാണോ എന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. നമുക്ക് കൊടുത്തിട്ട് ജസ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കാം. ഞാൻ എല്ലാ ഡെമോ ആണ് കൊടുക്കുന്നത്. മൊബൈൽ നമ്പർ എല്ലാമേ ഒരു ഡെമോ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അടുത്ത മെയിൽ ID ചോദിക്കുന്നുണ്ട്. നമുക്ക് മെയിൽ ID ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യാം. നമുക്ക് മെയിൽ ID ഞാനിതാ ജസ്റ്റ് ഒരു ഡെമോ കൊടുക്കുകയാണ്. മെയിൽ ID ജസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അടുത്ത് വരുന്നത് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് ഓപ്ഷനാണ് ജസ്റ്റ് വരുന്നത്. പേയ്മെൻറ്റ് ഓപ്ഷൻ മെയിൽ ID ജസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. ഇപ്പം ഓൺ ഫെയർ ട്രിപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. 1381 എമൗണ്ട്. പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഇത്രയും പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഞാൻ ജസ്റ്റ് നെറ്റ് ബാങ്കിങ് കൊടുക്കുകയാണ്. പ്രൈമറി ആയിട്ട് ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര തുടങ്ങിയ ബാങ്കുകൾ വരുന്നുണ്ട്. പിന്നെ താഴെ അതർ കൊടുത്ത എല്ലാ ബാങ്കുകളും അതിൽ വരുന്നുണ്ട്. നമുക്കതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒരു ബുക്കിംഗ് കൂടെ ചുമ്മാ ഒന്ന് നോക്കാം. വെറുതെ ട്രിവാൻഡ്രത്തിൽ നിന്ന് സ്റ്റാർട്ടിങ് ഫ്രം ട്രിവാൻഡ്രം തൊട്ട് നമുക്ക് കാസർഗോഡ് വരെ ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് നമുക്ക് നോക്കാം. കാസർഗോഡ്, ഓക്കെ. എന്നിട്ട് നമുക്ക് ഡേറ്റ് ഉണ്ടോ, ജേർണി ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും കേട്ടോ. കലണ്ടർ ചെയ്ത് ഞാനതൊരു ഡേറ്റ് കൊടുക്കുകയാണ്. സെപ്റ്റംബർ 19-ാം തീയതിയുള്ളൊരു ഡേറ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഒറ്റ ബസ്സാണ്. തിരുവനന്തപുരം ടു കൊല്ലൂർ മൂകാംബികയ്ക്കുള്ള ഒരു ബസ്സാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരേക്ക്. തിരുവനന്തപുരത്ത് 2:15 പോയി കാസർഗോഡ് രാവിലെ 3:55 എത്തും. ഫെയർ 1351 രൂപ. ജസ്റ്റ് നോക്കാം. ഏതാണ്ടോ ഇത്രയും സീറ്റ് ഇപ്പോൾ നമുക്ക് വേക്കൻ്റ്. പച്ച കാണിച്ചൊക്കെ നല്ല സീറ്റ് വേക്കൻ്റ് ഉള്ളതാണ്. ചുവപ്പ് കാണിച്ചാൽ ഓൾറെഡി ബുക്ക്ഡാണ്. ജസ്റ്റ് ഇതാ ഒരു സീറ്റ് സെലക്ട് ചെയ്തു. 13-ാം നമ്പർ സീറ്റ് 1351. സെൻട്രൽ ബസ് സ്റ്റേഷൻ, തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നാണ് 2:15 പിക്കപ്പ്. ജസ്റ്റ് ഡ്രോപ്പ് വന്നിട്ട് കാസർഗോഡിലാണ്. പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ പാസഞ്ചർ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ അങ്ങ് കൊടുക്കുകയാണ്. ഏജും എല്ലാം ഡെമോ കൊടുക്കുകയാണ്.
പിന്നെ ജെൻഡർ ടൈപ്പ് നമ്മൾ അത് കൊടുക്കുക. അത് ഓൾറെഡി ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതങ്ങനെ ജസ്റ്റ് അവിടെ കൊടുത്തു. മൊബൈൽ നമ്പറും ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ട് അടുത്ത മെയിൽ ID കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു മെയിൽ ID ജസ്റ്റ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ പോവുക. പേയ്മെൻറ്റ് ഓപ്ഷൻ പോകുമ്പോഴത്തേക്ക് നേരത്തെ പോയതുപോലെ തന്നെ ആ ബാങ്ക് ഏത് മോഡാണെന്ന് ചൂസ് ചെയ്യുക. മോഡ് ചൂസ് ചെയ്തതിന് ശേഷം ആ ബാങ്കുകളുടെ പേര് ചൂസ് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് കഴിയുക. നമുക്ക് ടിക്കറ്റ് മെയിലിലും വരും, നമ്മുടെ മൊബൈലിലും മെസ്സേജായിട്ട് നമ്മൾ ടിക്കറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് KSRTCയിൽ സുഖമായും സുരക്ഷിതമായും യാത്ര ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ യാത്രാ വീഡിയോസ് ഇനിയും വരുന്നതാണ്. ഒത്തിരി പ്ലാനിലുണ്ട്. ശരിക്കും സമയക്കുറവ് കാരണമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിക്കാത്തത്. ഉറപ്പായിട്ടും നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് KSRTCയിലെ നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് തുടർന്ന് നൽകുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.